അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ. അതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതോടെ ഞാൻ എൻ്റെ മൂത്തമ്മാൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്, വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ മഞ്ഞൾ കല്യാണത്തിൻ്റെ എല്ലാവരും മഞ്ഞൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരെല്ലാവരും ഒന്ന് ആ വീഡിയോക്ക് ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മളെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും നമ്മൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മളെ സിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ടാക്കുന്ന കല്യാണത്തിന് എല്ലാവരും വന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി കുട്ടൻ ബിരിയാണിയും നല്ല അടിപൊളി മന്തിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സദ്യയാണ് കഴിച്ചത് കേട്ടോ. നല്ല കുറേ ഉപ്പേരിയും പപ്പടവും സാമ്പാറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും സിസ്റ്റേഴ്സ് എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ എല്ലാവരും എത്തിയിരുന്നു. ഞാൻ കുറച്ചൊന്ന് ലേറ്റായിട്ടാണ് എത്തിയത്. അപ്പോഴേക്കും എല്ലാവരും നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പെണ്ണിനെ കൊണ്ടുവരാനൊക്കെ പോകണമല്ലോ, അതിന് എല്ലാവരും റെഡിയായി നിൽക്കുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ അവർ പറഞ്ഞ് ഈ വേഗം ഫുഡ് കഴിച്ചിട്ട് വായോ. പിന്നെ നമുക്ക് ചെക്കൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ മുൻഷീദ് എന്നാണ് ചെക്കൻ്റെ പേര് കേട്ടോ. മുൻഷി ഇവിടെ സ്റ്റേജിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാം ഒരുങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെയാണ്. പിന്നെ അവിടുന്ന് അങ്ങനെ അവന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. നിക്കാഹ് കുറച്ച് മുന്നേ കഴിഞ്ഞതായിരുന്നു, ഒരു 5-6 മാസം മുന്നേ നിക്കാഹ് കഴിഞ്ഞതായിരുന്നു. അപ്പോൾ പെണ്ണിനെ ഇനി കൂട്ടിക്കൊണ്ടല്ലേ മാത്രമാണ് ഇപ്പം എന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് പോകാൻ റെഡിയാവുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ഡ്രസ്സ് നല്ല കോട്ടൻ്റെ ചുരിദാറാണ് കേട്ടോ. ഇത് ഇക്ക വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് തന്നതായിരുന്നു. അതൊരു വൈറ്റ് ഒരു ചുരിദാറായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് എനിക്കത് ഇഷ്ടമായില്ല, ഒരു ഓപ്പൺ ഇല്ലാത്തൊക്കെ ഒരു ചുരിദാറായിരുന്നു. അപ്പോൾ ഞാനത് ഒന്ന് മാറ്റിയെടുത്തതായിരുന്നു. പിന്നെ നിൽക്കണൊക്കെ അനിയത്തിമാരും നാത്തൂന്മാരും അങ്ങനെ എല്ലാവരും ഉണ്ട്. നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. സൗബി ഡ്രസ്സ് അവൾ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്, അവളതും മോളതും. ഇപ്പോൾ ഇതാ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് പെണ്ണിനെ കൊണ്ടുവരാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ബസ്സാണ് കേട്ടോ, 2 ബസ്സായിരുന്നു. ആദ്യത്തെ ഒരു ബസ് നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഫുള്ളായി. പിന്നെ അടുത്ത ബസ് വരാൻ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന്. പിന്നെ എല്ലാവരും ബസ്സിൽ കയറി. നല്ല കുട്ടികളൊക്കെ നല്ല ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല ഡാൻസും ഒക്കെ ആയിരുന്നു കുട്ടികളെല്ലാവരും. പെണ്ണിൻ്റെ വീട് വേങ്ങരയാണ്. വേങ്ങര മിനി ഊട്ടി പാർക്കൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്താണ് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു നമ്മളവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റിയത്. ഇപ്പോൾ നമ്മളെല്ലാവരും ബസ്സിലൊക്കെ കയറി. കുട്ടികളൊക്കെ നല്ല ഡാൻസ് കളിയിലായിരുന്നു കേട്ടോ. ഐഷു ഒക്കെയാണിത്, ആങ്ങളുടെ മോളും അനിയത്തിൻ്റെ മോളൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ നല്ല ഡാൻസ് കളി, നല്ല പാട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഡാൻസ് കളിക്കാൻ പറ്റിയ പാട്ടൊക്കെ തന്നെയായിരുന്നു. എന്നുവെച്ചാൽ പാട്ടൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല, കോപ്പി റൈറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാട്ടൊന്നും ഇതിൽ കൊടുക്കാത്തത്. അപ്പോൾ മക്കൾ മാത്രമല്ല കേട്ടോ, വലിയവരും എല്ലാവരും നല്ല ഡാൻസ് കളിച്ചിരുന്നു. തിരിച്ച് വരുമ്പോൾ ശരിക്കും എല്ലാവരും ഓഡിറ്റോറിയം എത്തോളം ഡാൻസ് കളിച്ചിട്ടാണ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ വേങ്ങര എത്തിയിട്ടുണ്ട്, ഓഡിറ്റോറിയത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടായിട്ടായിരുന്നു ഓഡിറ്റോറിയം. അപ്പോൾ അങ്ങോട്ട് കടക്കാൻ നല്ലൊരു കവാടമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ കാണാൻ കേട്ടോ. ബസ് നമ്മൾ അങ്ങനെ കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ഇതൊക്കെ വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇതങ്ങനെ ബസ്സിൽ നമ്മളങ്ങനെ പോകുമ്പോൾ അങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതങ്ങനെയൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ്. ഇപ്പോൾ ഇതാ നമ്മളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി. നല്ല മഴ പെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ വെള്ളം നിൽക്കണുണ്ടല്ലേ. അപ്പോൾ നല്ലൊരു മഴ പെയ്തപ്പോൾ അവിടെ ഒന്ന് അവസാനിച്ചിട്ടേ ഉള്ളുവായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു.
ഇപ്പോൾ നല്ല മഴൻ്റെ ഒക്കെ ഒരു സീസണാണല്ലോ. അപ്പോൾ എപ്പോഴും മഴ തന്നെയാണല്ലോ. മഴ ഇങ്ങനെ പെയ്തിട്ടും പിന്നെ പിന്നെ മഴ പെയ്യുമ്പോൾ പിന്നെ കുറച്ചൊരു തണുപ്പുണ്ടാകും. പിന്നെ മഴ ഇല്ലെങ്കിൽ പിന്നെ ചൂട് അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് അങ്ങനെ എല്ലാവരും ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ ഇതാ സിസ്റ്റേഴ്സ് ബാനു, അഫി, ജെസ്സി എല്ലാവരും ഉണ്ട് കേട്ടോ. ബാനുവിൻ്റെ ഈ ഡ്രസ്സ് സൗബി സ്റ്റിച്ച് ചെയ്തതാണ്. സൗദ ഇവിടെ സാരിയൊക്കെ എടുത്ത് വന്നിട്ട് അവളൊരു ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവളെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളങ്ങനെ കൊടുത്ത്. ഇപ്പോൾ ഇതാ ചെക്കനൊക്കെ സ്റ്റേജിലേക്ക് വരികയാണ്, അവനവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കൂടി. അതിൻ്റെ ബാക്കിൽ തന്നെ ആയിട്ട് പെണ്ണിനെയും കൊണ്ടുവരുന്നുണ്ട്. പെണ്ണിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി ഇങ്ങനെ ഒപ്പനൊക്കെ കളിച്ച് കൈ കൊട്ടിപ്പാടി അങ്ങനെ ഇട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ. ഇപ്പോൾ ഇതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ടല്ലോ. എല്ലായിടത്തും ഇതുപോലെ ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ ഒരു നെറ്റിലൊക്കെ ഇങ്ങനെ കെട്ടിയതാക്കിയിട്ട് അലങ്കരിച്ചിട്ട് അതിൽ പെണ്ണിനെ ആക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ്. സിസ്റ്റേഴ്സും ബ്രദേഴ്സും കസിൻസും എല്ലാവരും കൂടിയാണ് ഇങ്ങനെ പെണ്ണിനെ കൊണ്ടുവരുന്നതിൽ കൈകൊട്ടി അങ്ങനെ പാട്ടൊക്കെ പാടി കൊണ്ടുവരുന്നത് കേട്ടോ. ഇതിൽ എന്നിട്ട് ഈ പെൺകുട്ടി ഒരു ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ചെക്കൻ്റെ അടുത്ത് എത്താൻ സ്റ്റേജിൽ കയറിയിട്ട് അവിടുന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ മണവാട്ടി അവിടെ നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളിങ്ങനെ പതുക്കെ അവർ ആ ഒരു പൂവും ഒക്കെ കൂടി അവിടെ വെച്ചിട്ട് പിന്നെ പെണ്ണിങ്ങനെ പതുക്കെ ചെക്കൻ്റെ അടുത്തേക്ക് അങ്ങനെ പോയിട്ടോ. പിന്നെ എല്ലാ കാര്യങ്ങളും ക്യാമറാമാൻമാർ പറയുന്ന പോലെയാണ് അവർ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഏതൊരു കല്യാണം ആണെങ്കിലും ഇപ്പോൾ ക്യാമറാമാരെ കയ്യിലാണ് കല്യാണം കേട്ടോ. മൊത്തം പെണ്ണ് എന്ത് ചെയ്യണം, ചെക്കൻ എന്ത് ചെയ്യണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ ബൊക്കെ കൊടുക്കണം, എങ്ങനെ പൂ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ ഫോട്ടോസ് എടുക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെ നല്ലതാണ് കേട്ടോ. കാരണം എന്തൊരു ഫോട്ടോസും അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫാമിലി ചെക്കൻ്റെ കൂടെ ഒക്കെ എടുക്കുകയാണെങ്കിൽ അവർ ഒരേ ഇതിൽ നല്ല നിലയിൽ എല്ലാവരും ഇരുത്തി നിൽക്കേണ്ടവരങ്ങനെ നിർത്തി അങ്ങനെയൊക്കെ ആയിട്ട് നല്ലത് ഇത് തന്നെയാണ് ഫോട്ടോ എടുക്കണേ. അപ്പോൾ അതൊക്കെ നല്ലത് തന്നെയാണ്. ഇപ്പോൾ ഇതാ നമ്മൾ അവിടുന്ന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. പൊറോട്ട, പിന്നെ എന്തൊക്കെ വട, അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുബൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ചായ, അങ്ങനെ എല്ലാവരും ഒക്കെ കഴിക്കുകയാണ്. എല്ലാവരും അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന് അപ്പോഴേക്കും ഞങ്ങളവിടെ മിനി ഊട്ടി അവിടെ അടുത്താണ്. എന്നിട്ട് പിന്നെ അവിടെ നിന്നിട്ട് തന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ.
നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നിന്നൊന്ന് കണ്ട് അപ്പോഴേക്കും ഇവിടെ ചെക്കനും പെണ്ണൊക്കെ ഇറങ്ങിയിരുന്നു കേട്ടോ. ഇറങ്ങി കാറിൽ കയറുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും പിന്നെ ഇതാ ബസ്സിലൊക്കെ കയറി ഇരിക്കാൻ എല്ലാവരും വന്ന്. എല്ലാവരും നല്ല ഡാൻസ് ചെയ്യണ്ടോ. ജെസ്സി ഇതുവരെ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നത്. പിന്നെ ഇപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് സീറ്റിൽ ഇരുന്നിട്ടും ഡാൻസ് കളിക്കുന്നത്. ഇപ്പോൾ അതത് ഫർഷാദും ഫസിയാണ്. അവരും നല്ല കപ്പിൾസ് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അതുപോലെ മാനു, അഫി, കുട്ടികളും ഒക്കെ, ഇച്ചൂസും ഐഷു, അമാലും എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട്. എന്നിട്ട് അതുപോലെ ബാനു, ജെസ്സി അവരൊക്കെ ഡാൻസ് കളിക്കുന്നതായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ നമ്മൾ ഫാമിലി ഗ്രൂപ്പിലൊക്കെ എല്ലാവർക്കും ഒന്ന് ഫ്രണ്ട്സുകൾക്കും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഫാമിലീസിനൊക്കെ കസിൻസിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ പെണ്ണും ചെക്കനൊക്കെ ഇവിടെ തിരിച്ച് ചെക്കൻ്റെ വീട്ടിലിവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെ കുട്ടികൾ, ചെറിയ കുട്ടികൾ കുറേ അങ്ങനെ എല്ലാവരും വരിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പെണ്ണിനും ചെക്കനും ഒക്കെ ഫ്ലവർ കൊടുക്കാൻ റോസ് ഫ്ലവറാണ് കൊടുത്തിരുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ അവർക്ക് അങ്ങനെ ഓരോരുത്തർ അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കസിൻസും എല്ലാവരും കൂടിയിട്ട് നമ്മളെ ഫാമിലിയിലൊക്കെ കല്യാണം നമ്മൾ ഇങ്ങനെ അടിച്ച് പൊളിച്ച് എല്ലാവരും നല്ല സന്തോഷത്തിൽ നല്ല രസമാണല്ലോ അല്ലേ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ഫാമിലിയിൽ ഉള്ള കല്യാണങ്ങളൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞ് ഇനി ഇങ്ങനെ ഫ്രണ്ട്സുകൾ അങ്ങനെ കല്യാണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ഫാമിലിയിൽ നമ്മളെ കസിൻസ് എല്ലാവരും കൂടി ഒത്തുകൂടുന്ന കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയൊക്കെ ഓരോന്നിങ്ങനെ ആയി വന്നിട്ടൊക്കെ വേണം. അപ്പോൾ ഈ ഒരു കല്യാണ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. എല്ലാവരും ഫുൾ സപ്പോർട്ടും വേണം. അപ്പോൾ ഇതാ മുൻഷിദും പെണ്ണും കുട്ടികളടുത്ത് നിന്നൊക്കെ ഫ്ലവർ വാങ്ങണം. അവരടുത്ത് നിന്നത് എൻ്റെ മൂത്തമ്മയാണ് കേട്ടോ. അതാണ് ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തി മൂത്തമ്മാൻ്റെ മോനാണ് മുൻഷിദ്. ഇപ്പോൾ ഇതാ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്നവരെല്ലാവരും ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അവരൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.